ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഡിമാർജ് ആവുന്നു. അവിടെ ഐസ്ക്രീം ബിസിനസ്സാണ് ഒരു സെപ്പറേറ്റ് ലിസ്റ്റഡ് കമ്പനിയായിട്ട് മാറുന്നത്. കമ്പനിയുടെ പേര് വരുന്ന ക്വാളിറ്റി വാൾസ് എന്നാണ്. അതുപോലെ ഓൾറെഡി ഉള്ള FMCG ബിസിനസ്സും. FMCG എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ്. കമ്പനി ഡീൽ ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഹോം കെയർ പ്രൊഡക്റ്റ്, ബ്യൂട്ടി പ്രൊഡക്റ്റ്, അതുപോലെ ഫുഡ് പ്രൊഡക്റ്റുകളാണ്. എഫക്റ്റീവ് ഡേറ്റ് വരുന്നത് December 1-നാണ്. അതായത് ഡിമാർജ് ഒഫീഷ്യലി പ്രാബല്യത്തിൽ വന്ന December 1-നാണ്. റെക്കോർഡ് ഡേറ്റ് വരുന്നത് December 5-ആണ്. അതായത് നമ്മുടെ ഹോൾഡിംഗ്സിൽ December 5-ന് മുമ്പ് കമ്പനിയുടെ ഒരു ഷെയറിലും ഉള്ളവർക്ക് മാത്രമായിരിക്കും പുതിയ കമ്പനിയായ ക്വാളിറ്റി വാൾസിന്റെ ഒരു എക്സ്ട്രാ ഷെയറൂടെ ലഭിക്കുന്നത്. ഷെയർ എൻറ്റൈറ്റിൽമെന്റ് റേഷ്യോ വരുന്ന 1:1 ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഷെയറിനും, അതായത് നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ഹോൾഡിംഗ്സിലുള്ള ഈച്ച് ഷെയറിനും ഒരു എക്സ്ട്രാ ഷെയർ ലഭിക്കുന്നുണ്ട്. അതായത് പുതിയ കമ്പനിയായ ക്വാളിറ്റി വാൾസിന്റെ. കമ്പനി ഡിമാർജ് ചെയ്യാനുള്ള കാരണം എന്താണ്? കമ്പനിയുടെ റവന്യൂ നോക്കുവാണെങ്കിൽ ഐസ്ക്രീം സെക്ടർ നല്ല രീതിയിൽ ഒരു റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതൊരു സെക്ടർ വൈസ് നിൽക്കുവാണെങ്കിൽ ആ ഐസ്ക്രീം സെക്ടറിന് നല്ല രീതിയിലുള്ള എക്സ്പാൻഷനോ ഗ്രോത്തോ ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് അവരൊരു സെപ്പറേറ്റ് ലിസ്റ്റഡ് കമ്പനിയായിട്ട് ഐസ്ക്രീം സെക്ടറിനെ മാറ്റുന്നത്. കമ്പനിക്ക് ഓൾറെഡി ഉള്ള മന്ത്ലി കോൺട്രാക്റ്റുകളെല്ലാം എക്സ്പയർ ആകുന്നത് December 4-നാണ്. ഫൈനൽ സെറ്റിൽമെന്റ് പ്രൈസ് കണക്കാക്കുന്നത് കമ്പനിയുടെ December 4-ലെ ക്യാപിറ്റൽ മാർക്കറ്റ് പ്രൈസ് അനുസരിച്ചാണ്. കമ്പനിയുടെ എല്ലാ ഫ്യൂച്ചർ കോൺട്രാക്റ്റുകളുടെയും ഫൈനൽ ആയിട്ടുള്ള മാർക്കറ്റ് ടു മാർക്കറ്റ് സെറ്റിൽമെന്റ് വരുന്നത് December 5-നാണ്. December 4-ലെ ഫൈനൽ സെറ്റിൽമെന്റിന്റെ ബേസിസിൽ എക്സിസ്റ്റിംഗ് ഓൾറെഡി ഉള്ള ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ കോൺട്രാക്റ്റുകൾ നിലവിലും ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതുപോലെ സെറ്റിൽമെന്റ് വരുന്നത് ഫിസിക്കൽ സെറ്റിൽമെന്റ് ആണ്. ഡിമാർജിനുള്ള കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. കമ്പനിയുടെ കഴിഞ്ഞ ഫിനാൻഷ്യലിലെ ഡേറ്റാസ് നോക്കുവാണെങ്കിൽ 1800 കോടി, അതായത് ഒരു 3% റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഐസ്ക്രീം സെക്ടറാണ്. കമ്പനി ഇതുവരെ ലിസ്റ്റിംഗ് ഡേറ്റ് കൺഫേം ചെയ്തിട്ടില്ല. സെബിയുടെ റെഗുലേഷൻ അനുസരിച്ച് NCLT's അപ്രൂവലിന് ശേഷം ഒരു 60 ദിവസത്തിനുള്ളിൽ തന്നെ ലിസ്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്കൊരു ഫെബ്രുവരിക്കുള്ളിൽ തന്നെ ലിസ്റ്റിംഗ് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ ക്വാളിറ്റി വാൾ എന്ന് പറഞ്ഞ കമ്പനി NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്നുണ്ട്.